ഹലോ കിഡൂസ്, ഇതൊക്കെ ഉണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരണില്ലേ? അതുപോലെ തന്നെയാണോ എൻ്റെ അവസ്ഥ. ഇത് തിന്നപ്പോൾ എത്രയോ ചോറ് തിന്നാന്നറിയോ നമ്മൾ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കല്ലേ? അതിനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഒരിത്തിരി പുളി, ഇതെല്ലാം നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റി വെക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വഴുതനങ്ങയായിട്ട് അതിൽ മെയിനായിട്ട് ആവശ്യം. അതിൽ വഴുതനങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇതൊക്കെ കൂടി ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെക്കണേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പാൻ എടുക്കുക. പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ റബ്ബേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉള്ളികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അത് മൂത്ത് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. ഇത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് അത് കോരിയെടുത്തതിന് ശേഷം വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഈ വറ്റൽമുളക് എടുത്ത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് എരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പളിപ്പാളും, പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുളകിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേണം മുളക് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വീണ്ടും ഇത്തിരി ഓയിൽ ഒഴിച്ച് നമ്മുടെ വഴുതനങ്ങ പൊരിക്കാൻ വെക്കണം. പൊരിച്ച് നല്ല മുരിഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെ വരിയരുത്. ഒരു ഏകദേശം നമ്മളെ വഴുതനങ്ങ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ആ ഒരു ഇതാകുമ്പോഴത്തേനും, അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെച്ചിട്ടുള്ളതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ വഴുതനങ്ങയൊക്കെ ഒന്ന് മറിച്ചിടാനായിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് അതൊന്ന് നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ഈ ചമ്മന്തിയിലേക്ക് കോരിയിട്ട് ഒന്ന് നമ്മൾക്കൊന്ന് കൈ പിടിക്കാനുള്ള ഭാഗമാകുമ്പോൾ ഈ ചമ്മന്തിക്ക് അത് ഞെരടി ചേർത്ത് കൊടുക്കുക. എൻ്റെ പൊന്നു മക്കളെ, വേറെ ഒന്നും വേണ്ട, ഇതന്നെ മതി. അപ്പം എങ്ങനെയാ? ഉണ്ടാക്കി വെക്കല്ലേ? ഓക്കെടാ, ബൈ.